നോമ്പുകാലം എളിമയുടെ നിലവിളികൾ ഉയരേണ്ട കാലമാണ്. മുൻപേ കടന്നുപോയ ഏതോ ജീവിതങ്ങൾ ഇങ്ങനെ തങ്ങളെ തന്നെ താഴ്മയോടെ തമ്പുരാന്റെ കരത്തിന്റെ കീഴിൽ നിർത്തിയതുകൊണ്ട് അവരിലൂടെ സംഭവിച്ച എളിയ നിലപാടിന്റെ പുണ്യച്ചുവടിലാണ് നമ്മുടെ യാത്ര ഇത്രത്തോളം പരിക്കില്ലാതെ പോകുന്നത്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും നിലവിട്ടവന്റെ വിളിയല്ലേ നിലവിളി. ദൈവത്തോടൊരു വിശ്വാസി ഈ നോമ്പുകാലത്തെങ്കിലും എളിമയുടെ നിലപാടിനൊപ്പം നിലവിളിയുടെ ആത്മീയതയെ കണ്ണീര് കണക്കു പറയും. നിലവിളികളൊക്കെ ദൈവത്തിന് മുമ്പിൽ എത്തും. സ്വർഗത്തിലേക്ക് എത്താൻ എളുപ്പത്തിലുള്ള കുറുക്കുവഴി എന്നൊക്കെ ആത്മീയാചാര്യന്മാര് നിലവിളിയുടെ ആ അവസ്ഥയെ വിളിക്കാറുണ്ട്. പുണ്യപൂർവികരായ ആരൊക്കെയോ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ നിലവിളിച്ചതിന്റെ തണൽപ്പറ്റിയും ആ തീരം ചേർന്നുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളും നന്മകളുമൊക്കെ നമുക്ക് കരഗതമായത് എന്നോർക്കാൻ ഈ നോമ്പുകാലത്താവണം. പുത്തൻ തലമുറയോട് ചിലപ്പോഴൊക്കെ സംവദിക്കുമ്പം അവരോട് പറയാറുണ്ട്, മക്കളെ, ഇന്ന് നാം അനുഭവിക്കുന്ന നന്മയുടെ അനുഗ്രഹങ്ങൾ അതിന്റെ പുറകിൽ ഇതുപോലെ ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ നിന്ന ജീവിതങ്ങളും ദൈവത്തിന് മുമ്പിൽ കൃപയോട് കൂടിയിട്ട് കരമുയർത്തിയ ജീവിതങ്ങളും കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും മണക്കുന്നതും ഒക്കെ കടന്നുപോകും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലൊക്കെ ഈ എളിമയുടെ പ്രാർത്ഥനകൾ, നിലവിളിയുടെ പ്രാർത്ഥനകൾ അതവിടെ ഉണ്ടാവും. നമുക്കും നോമ്പുകാലത്തെ ഈ എളിമയുടെ നിലപാടുള്ള നിലവിളിയുടെ പ്രാർത്ഥനയുള്ള പുണ്യനാളുകളാക്കി മാറ്റാം.